ചെറിയ ഉദാഹരണം പറയട്ടെ നിങ്ങളോട്. ഇപ്പൊ നമുക്കറിയാലോ, ക്യാമ്പസുകളുടെയും പുറത്തുള്ളതും എല്ലാം പ്രശ്നമാണ് എന്ത് മദ്യം അല്ലെങ്കിൽ മയക്കുമരുന്നുകൾ എന്നുള്ള കാര്യം നമുക്കറിയാം. എന്താ മയക്കുമരുന്ന് ഇന്ന് ലോകത്ത് യുവസമൂഹത്തിന്റെ മുന്നിൽ ഏറ്റവും വലിയ പ്രശ്നമായി മാറുകയാണ്. കാരണം എന്താ, ഈ ഭൂമിയിൽ വെച്ച് സ്വർഗം നേടുക എന്നാണ് നമുക്ക് നമ്മുടെ സാമൂഹ്യ ശാസ്ത്രം പഠിപ്പിച്ചു തന്നത്. നമുക്ക് നമ്മളെ പഠിപ്പിച്ച ആളുകൾ, തത്വശാസ്ത്രജ്ഞന്മാർ പഠിപ്പിച്ചത് തിന്നുക, കുടിക്കുക, രസിക്കുക, രമിക്കുക, അതാണ് നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമെതാണ്. അപ്പൊ ഈ ഭൂമിയിൽ വെച്ച് സ്വർഗം നേടാൻ ഒരല്പം ബ്രൗൺ ഷുഗർ മതി, ഒരല്പം മരിജ്വാന മതി, അതല്ലെങ്കിൽ ഒരല്പം കഞ്ചാവ് മതി, ഒരല്പം മദ്യപിച്ചാൽ എന്താ കുഴപ്പം, ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല എന്ന് വാദിക്കുന്ന ആളുകൾ, അതിനെന്താ തകരാറ് എന്ന് ചിന്തിക്കുന്ന ആളുകൾ. ഇവിടെ നമുക്ക് കൃത്യമായ മാർഗദർശനം, ഇത് ശരിയോ തെറ്റോ, മദ്യപാനം ശരിയോ തെറ്റോ. ചെറിയ ഒരു ഉദാഹരണം ഞാൻ പറയുന്നത്, മദ്യപാനം ശരിയോ തെറ്റോ, ഈ വിഷയത്തിൽ കൃത്യമായ മാർഗദർശനം നമുക്ക് എവിടുന്നാ കിട്ടുക? ഓരോ ഗ്രന്ഥങ്ങൾ നമ്മളെടുത്ത് പരിശോധിക്കുക, നിങ്ങൾ പറയുന്ന ഗ്രന്ഥങ്ങളെല്ലാം പരിശോധിക്കുക. ഈ ഗ്രന്ഥങ്ങളിലെല്ലാം മദ്യപാനത്തിനെതിരെയുള്ള പരാമർശങ്ങളുണ്ട്, പല ഗ്രന്ഥങ്ങളിലുണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ ഹൈന്ദവ ഗ്രന്ഥങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഛാന്ദോഗ്യോപനിഷത്തിലെ 5-ാം മണ്ഡലത്തിലെ 10-ാം അധ്യായത്തിലെ 9-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം, മദ്യപാനി പതിതനാണ്, മദ്യപാനി പതിതനാണ്, കൊള്ളരുതാത്തവനാണ്. പക്ഷേ ആ ഛാന്ദോഗ്യോപനിഷത്ത് ഉൾക്കൊള്ളുന്ന ഋഗ്വേദ സംഹിതയിൽ തന്നെ നമുക്ക് ദേവന്മാരുടെ ദേവനായ ദേവേന്ദ്രൻ സോമം എന്ന മദ്യം ഉപയോഗിക്കുന്നതായും അദ്ദേഹത്തിന് ആ ഋഗ്വേദീയ ശതപഥ ബ്രാഹ്മണത്തിൽ പ്രത്യേകിച്ച് നമുക്ക് കാണാൻ സാധിക്കും. എന്താ, ആ സോമം എന്ന മദ്യം ഉപയോഗിച്ച് അദ്ദേഹത്തിന് മത്ത് വരുന്നതായിട്ടെല്ലാമുള്ള പരാമർശങ്ങൾ. ഇത് മനുഷ്യരുടെ കൈകടത്തലാണ്, ഞാൻ സൂചിപ്പിച്ചതുപോലെ. പക്ഷേ ഇവിടെ മദ്യത്തിനെതിരെ സംസാരിക്കുന്ന ഗ്രന്ഥത്തിലെ തന്നെ വിശുദ്ധ പുരുഷൻ മദ്യത്തിന്റെ അടിമയായി മാറുന്ന അവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായി കൃത്യമായ മാർഗദർശനം ലഭിക്കുന്നില്ല. ഇതേപോലെ തന്നെ നമുക്കറിയാം, ബൈബിളിൽ പല വചനങ്ങളുണ്ട് മദ്യത്തിനെതിരെ. യോവേലിന്റെ പുസ്തകത്തിലെ 1-ാം അധ്യായത്തിൽ 5-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം, വീഞ്ഞ് അവരുടെ ചുണ്ടുകൾക്ക് നിഷിദ്ധമാണ്. പുതിയ നിയമത്തിലെ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലെ 6-ാം അധ്യായത്തിലെ 10-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു, മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. പക്ഷേ ഇവിടെ നേരത്തെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ എന്താ അവസ്ഥ? ഈ മദ്യപാനത്തിനെതിരെ സംസാരിക്കാൻ പലരും രംഗത്തുണ്ട്, പക്ഷേ കൃത്യമായുള്ള മാർഗദർശനം എവിടെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ പരിചയപ്പെടുത്തുന്ന വിശുദ്ധ പുരുഷൻ ലോകത്തെ ധർമ്മം പഠിപ്പിക്കാൻ വേണ്ടി ആദ്യമായി കടന്നു വന്ന വ്യക്തി തന്നെയാണ്. ആദ്യമായി വീഞ്ഞുണ്ടാക്കി കുടിച്ച് മത്തനായി മാറിയത്. മാത്രമോ എല്ലാ പ്രവാചകന്മാരും പൊതുവെ കുടിയന്മാരാണ്. ബൈബിൾ പഴയ നിയമം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇല്ല, പുതിയ നിയമത്തിൽ പോലും ഒരാൾ പറയുകയാണെന്ന് വിചാരിക്കുക, യേശു ക്രിസ്തുവിനെയാണ് ഞാൻ ധർമ്മ സംസ്ഥാപകനായി അംഗീകരിക്കുന്നത്, അതുകൊണ്ട് ആണ് ഞാൻ എൻ്റെ അബ്കാരിയാകുന്നത്. കാരണം യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 1 മുതൽ 11 വരെയുള്ള വചനങ്ങളിൽ പച്ചവെള്ളം വീഞ്ഞാക്കി മാറ്റുകയും ജനങ്ങൾക്ക് കുടിക്കാൻ കൊടുക്കുകയും അങ്ങനെ കുടിച്ച് ജനങ്ങൾ മത്തരാവുകയും ചെയ്ത സംഭവത്തിന് ബൈബിൾ സാക്ഷീകരിക്കുന്നു. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ പാതയാണ് ഞാൻ പിന്തുടരുന്നത് എന്ന് ഒരു അബ്കാരി പറഞ്ഞാൽ അയാളെ നിഷേധിക്കാൻ സാധിക്കുമോ? ഇവിടെ ഞാൻ പറയുന്നത് യേശുവിന്റെ വ്യക്തിത്വം അവിടെ കളങ്കപ്പെടുത്തപ്പെടുകയാണ് മനുഷ്യരുടെ കൈകടത്തലുകൾ കൊണ്ട്. സത്യത്തിൽ യേശു ക്രിസ്തു ഒരിക്കലും അങ്ങനെ ചെയ്തിരിക്കാൻ സാധ്യതയില്ല. എന്നാൽ കൃത്യമായ മാർഗദർശനത്തിന്റെ അഭാവമാണ് ഇവിടെ കാണുന്നത്. എത്ര മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്ന് പറഞ്ഞ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞ അതേ പൗലോസ് തന്നെ തിമോത്തിയോസിന് എഴുതിയ 1-ാം അധ്യായത്തിലെ 5-ാം തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിലെ 5-ാം അധ്യായത്തിൽ 23-ാമത്തെ വചനത്തിൽ ഒരല്പം വീഞ്ഞ് കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ അല്പം വീഞ്ഞ് എത്രയാണ്, എത്രത്തോളം കുടിക്കാം? ഈ വിഷയത്തിലെല്ലാം ക്രൈസ്തവ പണ്ഡിതന്മാർ തന്നെ തർക്കത്തിലാണ്. മദ്യപാനിയാകാഞ്ഞാൽ മതി, ഒരു ഡ്രങ്കാർഡാകാഞ്ഞാൽ മതി എന്നെല്ലാമുള്ള തർക്കം. ഇവിടെയാണ് കൃത്യമായ മാർഗദർശനം പ്രസക്തമാകുന്നത്. അവിടെ പരിശുദ്ധ ഖുർആൻ കൃത്യമായ മാർഗദർശനം നൽകുന്നു. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞത്, ഖുർആനിലെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദ 90-ാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ. അതാണ് കൃത്യമായ മാർഗദർശനം പ്രസക്തമാകുന്നത് അവിടെയാ. സത്യവിശ്വാസികളെ, ഇന്നമൽ ഖംറു മദ്യം എന്ന് പറഞ്ഞാൽ, വൽ മൈസിറു ലോട്ടറി. ഇന്ന് നമുക്കറിയാമല്ലോ ലോട്ടറിനെ പറ്റി ചർച്ചയാ. ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിൽ ജനങ്ങളുടെ പാവപ്പെട്ടവന്റെ കീശയെയും അതേപോലെ തന്നെ ആശയെയും ഒരേപോലെ ചൂഷണം ചെയ്യുന്ന ലോട്ടറി എന്ന അതിചൂഷണത്തിൽ, സാമ്പത്തിക ചൂഷണത്തിന്റെ ഇടപാട് കേരളത്തിലെ കേരളക്കരയിലെ 35% ആളുകൾ ഓരോ മാസവും നാളെ മറ്റന്നാൾ എന്നുള്ള വിളിക്ക് കാതോർത്തിരിക്കുകയാ, ലക്ഷപ്രഭുവാകുവാൻ എപ്പോൾ സാധിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട്. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് ആ ലോട്ടറി നന്മ ഇല്ലേ, നന്മയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നന്മയുണ്ട്, തിന്മയുണ്ട്, എന്ത് സ്വീകരിക്കണം? കൃത്യമായ മാർഗദർശനം. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു. അൻസാബ് എന്ന് പറഞ്ഞാൽ പ്രതിഷ്ഠ വെച്ചു
പ്രതിഷ്ഠ വെച്ചുകൊണ്ടുള്ള ഭാഗ്യപരീക്ഷണം, അതേപോലെ തന്നെ വല്ല അസിലാമു അമ്പുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഭാഗ്യപരീക്ഷണം, ഇതെല്ലാം തന്നെ റിജ്സും ആമൽ ശൈത്താൻ ചെകുത്താന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മ്ലേച്ഛമാകുന്നു. ഫജ്തനിബൂഹു, അതിൽ നിന്ന് നിങ്ങൾ വിട്ടുമാറി നിൽക്കുന്നുണ്ടോ, ലഅല്ലക്കും തുഫ്ലിഹൂൻ, എങ്കിൽ നിങ്ങൾക്ക് വിജയികളായി മാറാമെന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. കൃത്യമായ മാർഗദർശനമാണത്. എന്താ ഓരോ വിഷയത്തിലും. ഇപ്പൊ മദ്യത്തിന്റെ കാര്യത്തിലാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് വിശദീകരണം നൽകിക്കൊണ്ട് പറഞ്ഞു. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഹരി ഉണ്ടാക്കുന്ന വസ്തു ഒരു ചെറിയ അളവാണെങ്കിലും നിഷിദ്ധമാണ്. ഇപ്പോൾ നമ്മൾ ബ്രൗൺ ഷുഗറിന്റെ ലോകത്ത് ഒരു സൂചിമുനയുടെ അത്ര അളവ് ഒരാളുടെ ശരീരത്തിൽ ബ്രൗൺ ഷുഗർ കടന്നു ചെന്നാൽ അയാൾ അതിന് അടിമപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗദർശനം പ്രസക്തമാകുന്നു. അവിടെയാണ് ഞാൻ സൂചിപ്പിച്ചത് കൃത്യമായ മാർഗദർശനത്തിന്റെ പ്രസക്തി. അവിടെയാണ് പരിശുദ്ധ ഖുർആന്റെ പ്രസക്തി. അവിടെയാണ് ദൈവികം 100% ഉറപ്പുള്ള ഒരു ഗ്രന്ഥത്തിന്റെ പ്രസക്തി. അതല്ലാതെ ദൈവത്തിന് നമുക്ക് സ്തുതികൾ അർപ്പിച്ചൂടെ? ആർക്കും സ്തുതികൾ അർപ്പിക്കാം, യാതൊരു എതിർപ്പില്ല. ഈ ദൈവിക ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ദൈവത്തെക്കുറിച്ച് എത്ര പാടുന്നത് കൊണ്ടും എത്ര പറയുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല. പക്ഷേ ദൈവിക ഗ്രന്ഥം വരച്ച് കാണിക്കുന്ന ആ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ പരിശുദ്ധ ഖുർആനിനെ സുഹൃത്ത് മനസ്സിലാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ആ ധാർമ്മിക മാർഗദർശനം നൽകുന്ന, ഇവിടെ നമ്മുടെ വിഷയം തന്നെ അതാണല്ലോ, ധാർമ്മികതയാണല്ലോ ഒരു പ്രധാനപ്പെട്ട വിഷയം. ധാർമ്മിക മാർഗദർശനം, കൃത്യമായ മാർഗദർശനം നൽകുന്ന ഗ്രന്ഥം എന്നുള്ള നിലക്കാണ് പരിശുദ്ധ ഖുർആന്റെ പ്രസക്തി. അത് ഖുർആൻ സ്വയം പ്രഖ്യാപിക്കുന്നതുമാണ് എന്നുള്ളതാണ് സത്യം. ഡോക്ടർ ഗിനിൽ കുമാറാണ്. ഇന്ന് ലോകത്തിൻ്റെ ഒരു മാപ്പ് എടുക്കുകയാണെങ്കിൽ എവിടെയൊക്കെ എന്തൊക്കെ അക്രമ സംഭവങ്ങൾ ഉണ്ടെന്ന് നോക്കുകയാണെങ്കിൽ ഇറാഖ്, ഈജിപ്ത്, സിറിയ, പാകിസ്ഥാൻ, കാശ്മീർ, ചെച്നിയ, അങ്ങനെ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ എന്തെങ്കിലും അക്രമ സംഭവം